നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് പശ്ചിമ ബംഗാളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. ഏപ്രിൽ 23, 29 തീയതികളിലായി 2 ഘട്ടങ്ങളിലായിട്ടാണ് പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഇപ്പോൾ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ നേതാക്കളടക്കം ബംഗാളിലെത്തി വലിയ പ്രചരണം നടത്തിയിരുന്നു. 1ാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കുകയാണ്. ഇനി 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള മണ്ഡലങ്ങളിൽ നിശബ്ദ പ്രചാരണമാണ്. 29-ാം തീയതിയാണ് അവസാന ഘട്ട തെരഞ്ഞെടുപ്പ്. മെയ് 4-ന് വോട്ടെണ്ണലും ഫലം പ്രഖ്യാപിക്കലും ഉണ്ടാകും. എന്തായാലും കഴിഞ്ഞ 15 വർഷമായി ബംഗാളിൽ ഭരണത്തിലിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് മമതാ ബാനർജി ഇത്തവണയും തുടർഭരണം നേടാനുള്ള വലിയ ശ്രമത്തിലാണ്. ബംഗാളിൽ തുടർഭരണം നേടാൻ 4ാം തവണയും മമതാ ബാനർജിക്ക് സാധിക്കുമോ? ഇപ്പോൾ മമതാ ബാനർജിക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന BJPക്ക് ബംഗാളിൽ ഭരണം പിടിക്കാൻ സാധിക്കുമോ? വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയൊട്ടുക്കും ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയമാണ് ബംഗാളിലെ രാഷ്ട്രീയം. അതായത് 1977 മുതൽ 2011 വരെ നീണ്ട 34 കൊല്ലം നീണ്ട കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ശക്തമായ ചരിത്ര അധ്യായം. നമുക്കറിയാം, ആ 34 കൊല്ലവും പശ്ചിമ ബംഗാളിൽ കൊടികുത്തിവാണത് ചുവപ്പിൻ്റെ രാഷ്ട്രീയമായിരുന്നു. ഒരിക്കലും പശ്ചിമ ബംഗാളിൽ അധികാരം ചുവപ്പിന് നഷ്ടപ്പെടില്ല എന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ 2011 തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ച ശക്തമായ ഭരണവിരുദ്ധ വികാരം, ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് മമതാ ബാനർജി എന്ന ഒരു നേതാവിൻ്റെ പശ്ചിമ ബംഗാളിലെ താരോദയം, ഇതെല്ലാം ബംഗാളിലെ രാഷ്ട്രീയം അന്ന് കീഴ്മേൽ മറിച്ചിരുന്നു. CPIMൻ്റെ അപ്രമാദിത്വം അവസാനിപ്പിച്ചുകൊണ്ട് 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ഭരണം പിടിച്ചു. മമതാ ബാനർജി മുഖ്യമന്ത്രിയായി. തുടർന്ന് 2016-ലും 2021-ലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മമതയെ വെല്ലാൻ മറ്റാരുമില്ലായിരുന്നു ബംഗാളിൽ. മമത തുടർഭരണം നേടി. 2011-ൽ നഷ്ടപ്പെട്ട അധികാരം അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിക്കാമെന്ന് CPM കണക്കുകൂട്ടി. അതിനായി അവർ കോൺഗ്രസുമായി 2016-ൽ കൈകോർത്തു. പക്ഷേ ഫലമുണ്ടായില്ല. 2021-ൽ പക്ഷേ മമതാ ബാനർജിയെ കാത്തിരുന്നത് പുതിയൊരു എതിരാളിയാണ്. അത് BJPയാണ്. 2021-ൽ തന്നെ ബംഗാളിൻ്റെ ഭരണം പിടിക്കാൻ കഴിയുമെന്ന് BJP വിലയിരുത്തിയിരുന്നു. പക്ഷേ BJPയുടെ തേരോട്ടം 77 സീറ്റുകളിൽ അവസാനിച്ചു. ഒന്നുമില്ലാതിടത്തു നിന്നും 77 സീറ്റുകൾ പിടിക്കാൻ കഴിഞ്ഞത് BJPയെ സംബന്ധിച്ചിടത്തോളം ആ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമായി. പക്ഷേ 294 സീറ്റിൽ 223 സീറ്റും പിടിച്ചെടുത്തുകൊണ്ട് മമതാ ബാനർജി തൻ്റെ മേൽക്കോയ്മ തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആരായിരിക്കും പശ്ചിമ ബംഗാളിൻ്റെ മുഖ്യമന്ത്രി? കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ പ്രത്യേകതകൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനുണ്ട്, ബംഗാൾ തെരഞ്ഞെടുപ്പിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് SIR ആണ്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, വോട്ടർ പട്ടികയുടെ സൂക്ഷ്മ പരിശോധന, അത് ബംഗാളിൽ നടന്നു. BJPയുടെ കണക്കുകൂട്ടലനുസരിച്ച് ബംഗാളിൽ നിരവധി അനധികൃത കുടിയേറ്റക്കാരുണ്ടായിരുന്നു. അവർക്കെല്ലാം മുൻകാല സർക്കാരുകൾ എല്ലാവിധ ഇന്ത്യയിലെ രേഖകളും വോട്ടവകാശങ്ങളും ഒക്കെ നൽകിയിരുന്നു. അവരെല്ലാം ഈ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിരുന്നു. അവരാണ് CPIMൻ്റെയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെയും ഒക്കെ വോട്ട് ബേസ് ആയിരുന്നത്. എന്നാൽ SIRലൂടെ ഇവരെല്ലാം പുറത്തു പോവുകയാണ്. അത് BJPക്ക് ഗുണകരമാകും എന്ന് അവർ കണക്ക് കൂട്ടുന്നു. ഏതാണ്ട് ആ രീതിയിലുള്ള അസ്വസ്ഥത പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും പ്രകടിപ്പിക്കുന്നുണ്ട്. SIR തങ്ങൾക്ക് വിരുദ്ധമാകുമോ, SIR തങ്ങൾക്കെതിരാകുമോ എന്നൊരു ആശങ്ക അവർക്ക് ഇല്ലാതില്ല. SIRനെതിരെ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികളാണ് മമതാ ബാനർജി സംസ്ഥാനത്ത് സംഘടിപ്പിച്ചത്. ഒരു ഘട്ടത്തിൽ മമതാ ബാനർജി സ്വയം വക്കീൽ കുപ്പായം അണിഞ്ഞ് സുപ്രീം കോടതിയിൽ പോയി SIRനെതിരെ വാദിക്കുന്നത് പോലും നമ്മൾ കണ്ടതാണ്. പക്ഷേ അതൊന്നും ഫലവത്തായില്ല. SIRനെ എതിർക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല. SIR ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന പ്രവർത്തനമാണ്. അതിലിടപെടാൻ തങ്ങളില്ല. പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം എന്നാണ് അന്ന് ആ ഘട്ടത്തിൽ സുപ്രീം കോടതി പോലും പറഞ്ഞത്. എന്തായാലും SIR വിജയകരമായി പൂർത്തിയാക്കി. കോടതിക്ക് പോലും കൃത്യമായി ആ ഹർജികൾ പരിഗണിച്ച് തീർപ്പ് കൽപ്പിക്കാനുള്ള സമയം കിട്ടിയില്ല. അതിനു മുമ്പ് SIR അത് പൂർണ്ണമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്യും. ഈ SIRൻ്റെ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ഉണ്ടാകും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഘടകം.
രണ്ടാമത്തത് കേന്ദ്ര സേനയുടെ സാന്നിധ്യമാണ്. പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ എപ്പോഴും തെരഞ്ഞെടുപ്പുകൾ അക്രമാസക്തമായിരുന്നു. തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്തും തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷവും ഫലം വന്നതിന് ശേഷവുമൊക്കെ വലിയ രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ ബംഗാളിൽ അരങ്ങേറിയിട്ടുണ്ട്. ബൂത്ത് പിടുത്തവും അതുപോലെ തന്നെ മറ്റ് അക്രമ പ്രവർത്തനങ്ങളുമെല്ലാം ബംഗാളിന് അന്യമല്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ സംഘർഷങ്ങളില്ലാതെ ഭയരഹിതമായി പൗരന്മാർക്ക് വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സേനയുടെ വിന്യാസം ബംഗാളിൽ നടത്തിയിരിക്കുന്നത്. അതായത് കേന്ദ്ര സേന ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള വിന്യാസം ഇന്ന് ബംഗാളിൽ നടത്തിയിരിക്കുന്നു. CRPFിൻ്റെയും BSFിൻ്റെയും CISFിൻ്റെയും ITBPയുടെയും SSBയുടെയും സേനാംഗങ്ങൾ ഇന്ന് ബംഗാളിലുണ്ട്. ഓരോ 140 വോട്ടർമാർക്കും ഓരോ കേന്ദ്ര സേനാ അംഗം എന്ന നിലയിലാണ് ഇപ്പോൾ ബംഗാളിൽ കേന്ദ്രസേന വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള വലിയൊരു സേനാ വിന്യാസമാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ കേന്ദ്ര സേനകളുടെ എല്ലാം തലവന്മാർ കൊൽക്കത്തയിൽ യോഗം ചേരുകയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. ഇതും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. കേന്ദ്രസേനയുടെ കനത്ത സുരക്ഷയിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിനെ തൃണമൂൽ കോൺഗ്രസ് ശക്തമായി എതിർക്കുകയും ചെയ്യുന്നു. സംസ്ഥാനത്തെ വോട്ടർമാരെ ഭീഷണിപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നേതൃത്വത്തിൽ ഇത്തരത്തിൽ കേന്ദ്രസേനയെ വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ആരോപണം. എന്നാൽ അത് കോടതി നിർദ്ദേശപ്രകാരമാണ് എന്നാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറയുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേന്ദ്രസേനയെ വിന്യസിക്കാനുള്ള തീരുമാനമെടുത്തത്. അതും സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഒരുപക്ഷെ തൃണമൂൽ കോൺഗ്രസും അതിൻ്റെ സഖ്യകക്ഷികളും കാട്ടിയ ഒരു വലിയ മണ്ടത്തരമായിരുന്നു SIRനെതിരായിട്ടുള്ള സമരം അതിരുവിട്ടത്. ഈ സമരം അതിരുവിട്ടുകൊണ്ട് ഏതാണ്ട് 7ഓളം വരുന്ന ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരെ തടവിൽ വച്ചിരുന്നു. 9 മണിക്കൂറുകളാണ് ഈ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർ സമരത്തിൻ്റെ ഭാഗമായി തടവിലിരുന്നത്. ഈ 7 ഉദ്യോഗസ്ഥന്മാരിൽ 3 പേർ വനിതകളായിരുന്നു. കടുത്ത മനുഷ്യാവകാശ ലംഘനം അവിടെ നടന്നു. 10,000-കണക്കിന് ജനങ്ങളാണ് ഈ 7 ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞു വെച്ചുകൊണ്ട് പുറത്ത് തടിച്ചുകൂടിയത്. ഇത് ഒട്ടും ജനാധിപത്യപരമായ പ്രതിഷേധമല്ലെന്നും എന്തുകൊണ്ടാണ് പോലീസ് അവിടെ ഇടപെടാത്തതെന്നും സുപ്രീം കോടതി പോലും ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് പിന്നീട് കേന്ദ്രസേനയാണ് ഈ പറയുന്ന ആളുകളെ, അതായത് ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരെ അവിടെ നിന്നും മോചിപ്പിച്ചത്. അതായത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള വലിയ ഗൂഢാലോചന നടക്കുന്നുവെന്നും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കേന്ദ്രസേനകളുടെ സാന്നിധ്യത്തിൽ വേണമെന്നും കേന്ദ്രസേനകളെ കൂടുതൽ വിന്യസിക്കാനും അതോടുകൂടി സുപ്രീം കോടതി ഉത്തരവിട്ടു. ഇത് വലിയ തിരിച്ചടിയായി തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ കോടതി ഉത്തരവ് മറയാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള കേന്ദ്ര സേനകളുടെ വിന്യാസമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത്തവണ ഈ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ നടത്തിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം 34 കൊല്ലം ബംഗാൾ ഭരിച്ച CPIMൻ്റെ അവസ്ഥ എന്നതാണ്. CPIMനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഭരണം പിടിക്കാനുള്ള തെരഞ്ഞെടുപ്പല്ല. 2011 ആ സംസ്ഥാനം നഷ്ടമായപ്പോൾ CPIMൻ്റെ തന്നെ ഉന്നത നേതാക്കൾ പറഞ്ഞത് ഞങ്ങൾക്ക് ബംഗാളിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. 34 കൊല്ലം ഞങ്ങൾ ഭരിച്ചു, ഈ കൊല്ലം ഞങ്ങൾ തോറ്റു, പക്ഷേ പാർട്ടിയുടെ അടിത്തറ അതൊരിക്കലും ഒലിച്ചു പോയിട്ടില്ല, ഞങ്ങൾ ശക്തമായി തന്നെ തിരിച്ചു വരും എന്നാണ് CPM പറഞ്ഞത്. പക്ഷേ ഒരു ഘട്ടത്തിലും തിരിച്ചുവരവിൻ്റെ ഒരു സ്വഭാവവും CPM കാണിച്ചില്ല എന്ന് മാത്രമല്ല, CPM സമ്പൂർണ്ണമായി തകർന്നടിയുന്നതാണ് നമ്മൾ കണ്ടത്. ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടപ്പെട്ട 2011 തെരഞ്ഞെടുപ്പിൽ CPIMന് 40ഓളം സീറ്റുകളാണ് നേടാൻ കഴിഞ്ഞത്. എന്നാൽ 2016 തെരഞ്ഞെടുപ്പ് കോൺഗ്രസും CPIMും ഒരുമിച്ചാണ് മമതാ ബാനർജിയെ നേരിട്ടത്. അപ്പോൾ പോലും CPIMൻ്റെ വോട്ട് 40-ൽ നിന്ന് 26-ലേക്ക് കുറഞ്ഞു. 2021 അതായത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ CPIMൻ്റെ സീറ്റുകളുടെ എണ്ണം വട്ടപൂജ്യമായി. അതായത് ഒരു സീറ്റ് പോലും നേടാൻ കഴിയാതെ 30 വർഷം ഭരണം നടപ്പിലാക്കിയ അല്ലെങ്കിൽ 30 വർഷം സംസ്ഥാനം ഭരിച്ച പാർട്ടിക്ക് ഇരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് നിലമെച്ചപ്പെടുത്താനുള്ള തെരഞ്ഞെടുപ്പായി CPMന് മാറുകയാണ്. കാരണം അവർക്ക് അധികാരം പിടിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. 1-2 സീറ്റുകളിൽ ജയിക്കാൻ അല്ലെങ്കിൽ 1-2 മണ്ഡലങ്ങളിൽ വിജയിക്കാൻ അതായിരിക്കാം ഒരുപക്ഷെ CPM ശ്രമിക്കുക. CPMനെ സംബന്ധിച്ചിടത്തോളം CPMൻ്റെ സംഘടനാ ശേഷി മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. CPMൻ്റെ നേതാക്കന്മാരും അനുഭാവികളുമെല്ലാം കൂട്ടത്തോടെ മറ്റു പല പാർട്ടികളിലേക്കും പോയി. CPIMൻ്റെ ഓഫീസുകൾ പൂർണ്ണമായും BJPയുടെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും ഓഫീസായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ CPIMന്
മത്സരിക്കാൻ പോലും ആളില്ലാത്ത ഒരു സാഹചര്യമുണ്ടായി. 90-95 സീറ്റിൽ മാത്രമാണ് ഇത്തവണ CPM മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 30 വർഷം സംസ്ഥാനം ഭരിച്ച CPIM-ന് ഇപ്പോൾ അധികാരം തിരികെ പിടിക്കണമെന്ന ലക്ഷ്യമല്ല, 1-2 സീറ്റുകളിൽ വിജയിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോഴുള്ളത്. സംസ്ഥാനത്ത് ഒന്നുമല്ലാതിരുന്ന BJP തൃണമൂൽ കോൺഗ്രസിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത. 2021 തെരഞ്ഞെടുപ്പിലാണ് BJP വലിയ വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ട് ഉയർന്നു വന്നത്. കോൺഗ്രസും അതുപോലെ തന്നെ CPM-ഉം തകർന്നടിഞ്ഞപ്പോൾ ആ സ്ഥാനത്തേക്ക് BJP ഉയർന്നു വരികയായിരുന്നു. BJP കഴിഞ്ഞ കൊല്ലം തന്നെ ഭരണം പിടിക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും 77 സീറ്റുകൾ നേടാൻ BJPക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇത്തവണ BJP ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ബംഗാൾ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നിരവധി അഭിപ്രായ സർവേകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ മിക്ക അഭിപ്രായ സർവേകളും സൂചിപ്പിക്കുന്നത് തൽക്കാലം ബംഗാളിൽ ദീദിക്ക് പകരം വയ്ക്കാൻ മറ്റൊരാളില്ല എന്ന് തന്നെയാണ്. ദീദിയെ വെല്ലുവിളിക്കാൻ ഇന്നും ബംഗാളിൽ ആരുമില്ല എന്ന് തന്നെയാണ് ഈ അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത്. പുറത്തു വന്ന 2 അഭിപ്രായ സർവേകൾ അനുസരിച്ച് IANS മാട്രിക്സ് അഭിപ്രായ സർവേ പറയുന്നത് 155 മുതൽ 170 സീറ്റുകൾ വരെ മമതാ ബാനർജി നേടിക്കൊണ്ട് 4ാം തവണയും അധികാരത്തിൽ വരുമെന്നാണ്. എന്നാൽ ഇതേ സർവേ BJPക്ക് 100-നും 115-നും ഇടയിൽ സീറ്റ് പ്രവചിക്കുന്നുണ്ട്. വോട്ട് വൈബ് CNN ന്യൂസ് 18 സർവേ പ്രകാരം 184 മുതൽ 200 സീറ്റുകൾ വരെ ഈ തൃണമൂൽ കോൺഗ്രസ് നേടുമെന്നാണ് പറയുന്നത്. അതായത് വീണ്ടും തുടർ ഭരണം. 98 മുതൽ 108 സീറ്റുകൾ വരെയാണ് ഈ സർവേ BJPക്ക് പ്രവചിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്നലെ പുറത്തിറങ്ങിയ മറ്റൊരു സർവേ പ്രകാരം BJP 150ഓളം സീറ്റുകൾ നേടും എന്നും പറയുന്നുണ്ട്. എന്തായാലും പ്രചരണം കൊഴുക്കും തോറും BJP കളം പിടിക്കുന്നു എന്നുള്ള ഒരു സൂചന അവിടെയുണ്ട്. പക്ഷേ തൽക്കാലം ദീദിക്ക് BJP വെല്ലുവിളിയാവില്ല എന്നാണ് ഭൂരിപക്ഷം സർവേ റിപ്പോർട്ടുകളും പറയുന്നത്. അങ്ങനെ സംഭവബഹലമായ ബംഗാൾ തിരഞ്ഞെടുപ്പ്, ആ ബംഗാൾ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം അത് തുടങ്ങാനായി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പരസ്യ പ്രചരണം അവസാനിച്ചിരിക്കുന്നു. നാളെ നിശബ്ദ പ്രചരണമാണ്. പിന്നീട് ബംഗാളിൻ്റെ ഒരു ഭാഗം 23-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകും. 29-ാം തീയതി അവസാന ഘട്ടം കൂടി കഴിഞ്ഞാൽ മെയ് 4-ന് വോട്ട് എണ്ണലിനുള്ള കാത്തിരിപ്പാണ്. ബംഗാൾ രാഷ്ട്രീയം ഏത് നിലയിലേക്ക് പോകുമെന്നറിയാൻ ഓരോ ഇന്ത്യൻ സംസ്ഥാനവും കാത്തിരിക്കുകയാണ്. മമതാ ബാനർജി എന്ന ശക്തയായ വനിതാ നേതാവ് 4ാം തവണയും അവിടെ ഭരണം പിടിക്കുമോ, അതോ BJP വലിയ വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ട് മമതയെ താഴെ ഇറക്കുമോ? ഇത് 4-ാം തീയതി അറിയേണ്ട കാര്യമാണ്.